അച്ഛനും അമ്മയ്ക്കും മക്കളെ കൊണ്ട് നല്ല പേരുകൾ കിട്ടാൻ നോക്കുക. നിങ്ങളെപ്പോലെ കുറേ വർഷങ്ങൾ പ്രവേശനോത്സവവും അതിൻ്റെ സന്തോഷവും എല്ലാം ആഘോഷിച്ച് രുചിച്ച് ഇപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഇനിയും കൂടുതൽ പഠിക്കാൻ അവസരമുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുന്നത് ജീവിതത്തിൽ ഉപയോഗിക്കട്ടെ എന്ന ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ would like to really congratulate each and every parent who have decided to take their children on the path of education. കുട്ടികളെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പഠിക്കുക, നല്ല കാര്യങ്ങൾ പഠിക്കുക, നല്ല സ്വഭാവത്തിൽ വളരുക എന്ന് തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നൽകുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആയി. ഞാനിത് അവിടെ ഇരുന്ന് എങ്ങനെ കുട്ടികൾ ബഹളം വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളോട് ഒന്ന് സൈലൻ്റായിട്ടിരിക്കാൻ പറയാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ അവർ സൈലൻ്റായി. അപ്പം നല്ല കുട്ടികളാണ് കേട്ടോ. നമ്മളിവിടെ വിളക്ക് കത്തിക്കാൻ നേരം ലൈറ്റ് ഓഫായി അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ എന്തു പറയും? ദുശകുനം അങ്ങനെയല്ലേ പറയാ? ആയി എന്തോ ഉണ്ട്, വിളക്ക് കത്തിക്കാൻ നേരം ലൈറ്റ് ഓഫായി. എന്നാൽ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഒരു ഇരുട്ടാണല്ലേ, നമ്മൾ മൊത്തം ഇരുട്ടിലല്ലേ ഉണ്ടായേ. അവിടുന്ന് ഒരു വെളിച്ചം വന്നു അല്ലേ? അപ്പൊ അതിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു അല്ലേ? എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. ഈ ഇരുട്ടിൽ നിന്നും നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള കവാടമാണ് നിങ്ങളുടെ സ്കൂള്, വിദ്യാലയം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കണ്ടത്. എനിക്കതാണ് മനസ്സിലായത്. അപ്പൊ അത് തന്നെ ആവട്ടെ സത്യം. നല്ല മക്കളായി വളരുക, നല്ലവണ്ണം പഠിക്കുക. അച്ഛനും അമ്മയ്ക്കും മക്കളെ കൊണ്ട് നല്ല പേരുകൾ കിട്ടാൻ നോക്കുക. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും. എനിക്കുണ്ട്, ഞങ്ങൾക്കുണ്ട് 2 കുട്ടികൾ. അവനൊന്ന് സ്കൂളിൽ പോകുന്നത് കാണാൻ എനിക്ക് പറ്റിയില്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയില്ല. അപ്പോൾ അവന് ഇന്ന് പറഞ്ഞു എനിക്ക് നേരത്തെ സ്കൂളിൽ പോകണം, എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണണം, മുന്നേ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഒക്കെ ഒന്നും കൂടി കാണണം. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കില്ല അല്ലേ വന്നത്? അല്ലേ? അല്ലേ? ടീച്ചേഴ്സിനൊക്കെ കാണാനും ഫ്രണ്ട്സുകളൊക്കെ കൂട്ടുകൂടാനും അല്ലേ വന്നത്? ഒപ്പം നല്ല വിദ്യാഭ്യാസം നേടാനും അല്ലേ? ഓരോരാൾക്കും ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? ഓയ് വായന കയ്യെടുത്ത് എന്തോ ചിന്തയിലാണ് ഞാൻ ഇനി പഠിച്ചു ചേർത്താൽ